ഓക്കെ. ഇതൊരു പ്രാക്ടിക്കൽ ചോദ്യമാണ്. ഞാനിത് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്തുവില് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. യഹൂദനോ യവനനോ ദാസനോ സ്വതന്ത്രനോ കാസ്റ്റ്, ക്രീഡ്, സ്റ്റാറ്റസ് ഇതൊന്നുമില്ലാതെ ക്രിസ്തുവിൽ കൂടി നമ്മൾ ഒന്നായി. ഇതിലൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ദൈവസഭകളിൽ പലയിടത്തും ഈ കാസ്റ്റ് സിസ്റ്റം നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. അത് ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ്. ദൈവം ഒരിക്കലും ഇതിനെ അംഗീകരിക്കുന്നത്. അത് ദൈവസഭയുടെ കർത്താവിന്റെ വർക്കിന്റെ ഏറ്റവും കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദൈവസഭയിലെ ജാതീയത എന്ന് പറയുന്നത്. ഉയർന്ന ജാതി, താഴ്ന്ന ജാതി എന്ന് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ആൾക്കാർ തങ്ങളെ തന്നെ കൺസിഡർ ചെയ്യുന്നു. ബൈബിളിൽ രണ്ട് ജാതികളേ ഉള്ളൂ. ഒന്ന് യഹൂദനും, മറ്റേത് എല്ലാവരും ജാതി. ഈ ജാതികളിലുള്ളവരെല്ലാം ഒരുമിച്ചിട്ടാണ്. അതിൽ കുറഞ്ഞവരോ കൂടിയവരോ എന്നുള്ള ജാതി സിസ്റ്റം ഇല്ല. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം പലപ്പോഴും ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനതൊന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അന്നേരം വിവാഹാലോചന വരുമ്പോൾ കല്യാണങ്ങളിൽ നമുക്ക് ജാതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസിഡറേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? അതിന്റെ ഒരു ആൻസർ ഞാനിത് പറയാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോട് യോജിക്കണമെന്നില്ല. ഞാനെങ്കിൽ എന്റെ ഒരു ബോധ്യം, ഇത് പലരും ചോദിച്ചുകൊണ്ട് എനിക്കിത് പബ്ലിക്കായിട്ട് പറയേണ്ടി വന്നു പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ ആത്മാവിലുള്ള ഐക്യതയ്ക്ക് ഈ കാര്യങ്ങൾ ഒന്നും തടസ്സമല്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഡിഫറൻസുകൾ പൗലോസ് പറയുന്നത്. എന്നാൽ മാരേജ് എന്ന് പറയുന്നത് ഒരു ആത്മാവിലുള്ള ഒരു ഐക്യത മാത്രമല്ല. ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദേഹം, ദേഹി, ആത്മാവ് നമ്മൾ പറയും. പക്ഷെ ബൈബിള് കൊലോസ്യലേഖനത്തിൽ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ആത്മാവ്, ദേഹി, ദേഹം എന്നുള്ള 3 ഘടകങ്ങളുള്ള വ്യക്തിയാണ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞത്. ഈ ആത്മാവിൽ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നായി എങ്കിലും അവർക്ക് ദൈഹികപരമായിട്ടുള്ള കാര്യമുണ്ട്, അവർക്ക് ശാരീരികമായിട്ടുള്ള കാര്യമുണ്ട്. അന്നേരം ഒരു വിവാഹം എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങളിലുമുള്ള യോജിപ്പ് ഒരു പരിധിവരെ പ്രാധാന്യം. അതിൽ ഏറ്റവും അടിസ്ഥാനപരമെന്ന് പറയുന്നത് ആത്മാവിലുള്ള. അന്നേരം ആത്മാവിലുള്ള ഐക്യതയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇല്ലെങ്കിൽ വീണ്ടും ജനിച്ച ദൈവമക്കൾ ഒരേ ആത്മാവിൽ രക്ഷിക്കപ്പെട്ട, ഇല്ലെങ്കിൽ രണ്ടുപേരിലും ദൈവത്തിന്റെ ആത്മാവുള്ള വ്യക്തികളാണ് മാരി ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് കൺസിഡറേഷൻ. എന്നാൽ അത് മാത്രമല്ല വിവാഹത്തിൽ കൺസിഡർ ചെയ്യുന്നത്. അത് മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരൊറ്റ വ്യക്തിയും ലോകത്തിലില്ല. നമ്മൾ ദേഹീപരമായിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യും, ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. ഞാനൊന്ന് വിശദീകരിക്കാം. ഇപ്പൊ ആത്മാവിലുള്ള ഐക്യത മാത്രമാണ് വിവാഹത്തിൽ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു പെൺകുട്ടിയും ചെറുക്കനും തമ്മിൽ, ഒരു പെൺകുട്ടി ചെറുക്കനേക്കാൾ ഒരു 20 വയസ്സിന് കൂടുതലാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എന്താണ് മാരേജ് കൺസിഡർ ചെയ്യാത്തത്? ആത്മാവിലൊന്നാണ്. അവർ രണ്ടുപേരും തമ്മിൽ ആത്മാവിൽ ഐക്യതയിൽ വരാനായിട്ട് കഴിയും. എന്നാൽ ഫിസിക്കലി ഇവർ തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അന്നേരം ഓട്ടോമാറ്റിക്കലി കല്യാണം ആലോചിക്കുമ്പോൾ, കല്യാണം കൺസിഡർ ചെയ്യുമ്പോൾ പലരും ഫിസിക്കൽ കാര്യം ഓട്ടോമാറ്റിക്കലി കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ അല്ലെ, അങ്ങനത്തെ ഒരു കാര്യം കൺസിഡർ ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് ഒരു വിഷയമാണ്. കംപ്ലീറ്റ് ഡിഫറെന്റ് ലാംഗ്വേജ് ഉള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്? അപ്പോൾ അവിടെ ഒരു സോളിന്റെ ഒരു വിഷയം, ദേഹീപരമായിട്ടുള്ള ഒരു വിഷയം വരുന്നു. കൾച്ചർ തമ്മിലുള്ള വ്യത്യാസമുണ്ട് അല്ലെ. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ പറഞ്ഞിരിക്കുന്ന കൾച്ചറുകളിലുള്ളവരെ എല്ലാവരെയും ആത്മാവിൽ ഒന്നാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വിവാഹ ബന്ധത്തിലേക്ക് വരുമ്പോൾ കൾച്ചർ ഒരു ഫാക്ടറായിട്ട് പലരും വരുന്നു. ഇവിടെ ഞാൻ ഇവിടുത്തെ അയച്ചു കഴിഞ്ഞാൽ 2 കൾച്ചറുകളുണ്ട്, വൈറ്റ്സും ഉണ്ട്, ബ്ലാക്സും ഉണ്ട്. രണ്ടുപേരും രക്ഷിക്കപ്പെടുകയും ഒരേ സഭയിൽ തന്നെ രണ്ടുപേരും വരികയും ഒരേ ശരീരത്തിന്റെ ഭാഗമായിട്ട് ഇവർ വർക്ക് ചെയ്യുകയും ചെയ്യുമെങ്കിലും മാരേജ് വരുമ്പോൾ ഇവരുടെ കൾച്ചറൽ ബാരിയർ ഒരു വിഷയമാണ്. ഇതിന്റെ കൾച്ചർ വ്യത്യാസമുണ്ട്. എന്നിട്ട് ഇങ്ങനത്തെ പല കാര്യങ്ങളും ഒരു മാരേജ് കൺസിഡർ ചെയ്യുമ്പോൾ പലരും കൺസിഡർ ചെയ്യാറുണ്ട്. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനൊരു കൊടുക്കുന്ന വെയിറ്റേജ് ഉണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ കാര്യങ്ങളല്ല വരേണ്ടത്, ഏറ്റവും അടിസ്ഥാനമായിട്ട് ആത്മാവിലുള്ള ഐക്യത തന്നെയാണ് വേണ്ടത്. എന്നാൽ മുമ്പോട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കേണ്ടതായതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളും മാരേജിൽ കൺസിഡർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ലെങ്കിൽ പോലും 2 കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കാസ്റ്റിൽ വളർന്നവർ തമ്മിലുള്ള കൾച്ചറൽ കോൺഫ്ലിക്റ്റ് കാരണം, ആ ഒരു കാരണം കൊണ്ട് ഒരേ കൾച്ചറിലുള്ള ആൾക്കാർ വിവാഹം ആലോചിക്കുന്നു എന്നുള്ളത് ദൈവസന്നിധിയിൽ അതൊരു പാപകരമായിട്ടൊരു കാര്യമല്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ദൈവസഭയിൽ ഇത് ഡിവിഷൻ കൊണ്ടുവരുന്നത് മഹാപാപമാണ്. ദൈവസഭയിൽ ഇങ്ങനൊരു ഡിവിഷൻ ഇല്ല. ഈ ഞാനതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ വിശദീകരിച്ചത്, ഈ ഡിഫറൻസ് ഇല്ലാതാകുന്നില്ല, ഈ ഡിഫറൻസ് ഉള്ളവരെ ആത്മാവിൽ ഒന്നാക്കുകയാണ് ചെയ്യുന്നത്. ബൈബിൾ പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീയും എന്ന് പറയുന്നുണ്ട് ഗലാത്യലേഖനത്തിൽ. പുരുഷനും സ്ത്രീയും വ്യത്യാസമില്ല, കൊണ്ട് വ്യത്യാസമുണ്ട്. പക്ഷെ അവർക്ക് രണ്ടൊരു ആത്മാവിൽ ഒന്നാകാനായിട്ട് കഴിയും.
പക്ഷെ പുരുഷനും സ്ത്രീയും രണ്ട് ഡിഫറെന്റ് ആൾക്കാരാണ്. അതുപോലെ തന്നെ ബർബരൻ, ശകൻ, ദാസൻ എന്നുള്ളത് ഡിഫറെന്റ് കൾച്ചറൽ ഡിഫറെന്റ് ആണ്. പക്ഷെ ദൈവസഭയിൽ ഇവരൊന്നും. എന്നാൽ മാരേജിൽ ഇവർ ഒന്നാകാനായിട്ട് ഞാൻ പറയട്ടെ, ദൈവം ഒരാളുടെ അടുത്ത് സ്പെസിഫിക്കലി അത് പറയുകയാണെങ്കിൽ അതൊക്കെ, അല്ലാതെ വരികയാണെങ്കിൽ മാരേജിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. എന്നാലും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്, ഞാനിത് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ വളരെ ആത്മീയനായിട്ട് കാണിച്ചിട്ട് ഒരു വ്യത്യാസമില്ല, എങ്ങനെ വേണമെങ്കിലും കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമില്ല, കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ പ്രാക്ടിക്കലി ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ പലയിടത്തും ഉണ്ട് സാധ്യത. എന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് നമുക്കിത് ചെയ്യാനായിട്ട്. ഈ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറിലുള്ള രണ്ടു പേര് ദൈവം ഡയറക്ട്ലി ഇവരുമായിട്ട് ഇവരുടെ ഇടപെട്ടിട്ട് ഇവരുടെ കല്യാണം കഴിക്കാനായിട്ട് പറയുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ദൈവം സ്പെസിഫിക്കലി ആ ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കാൻ. ഇല്ലെങ്കിൽ ഇവർ നോർമലായിട്ട് കല്യാണം ആലോചിക്കുമ്പോഴാണെങ്കിൽ ഈ പല കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നത് വലിയൊരു പാപമാണെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഞാൻ അടുത്തായിട്ട് വേറെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് പലപ്പോഴും പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. മാരേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സോഷ്യൽ റിഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. മാരേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവിതകാലം ഒരുമിച്ച് രണ്ടുപേർ ജീവിക്കേണ്ടതാണ്. അല്ല ഒരു സോഷ്യൽ റിഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നവോത്ഥാനം നടത്താൻ വേണ്ടിയിട്ട് കല്യാണം നടത്താനായിട്ട് പോകുന്നു. ഞാനിത് പറയുന്നത് പല എക്സ്പീരിയൻസുകൾ എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇവൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സാമൂഹിക പരികർത്താവ് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും പറയുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ചിന്തയുള്ള എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമെന്നാണ്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അല്ല, ഈ പറഞ്ഞിരിക്കുന്ന പല കൺസിഡറേഷനും ഓട്ടോമാറ്റിക്കലി വരും. എങ്കിൽ ഇവരുടെ കൺസെപ്റ്റിലുള്ള പല കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള കല്യാണം കഴിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, സഹോദര, കല്യാണം എന്ന് പറഞ്ഞിരിക്കുന്നത് സാമൂഹിക പരിഷ്കരണമൊന്നുമല്ല. ദൈവം സ്പെസിഫിക്കലി എൻ്റെ അടുത്ത് പറയുകയാണ്, ആളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിനായിട്ട് പറയുകയാണെങ്കിൽ കല്യാണം കഴിച്ചു. ഇപ്പോൾ ഹോശയെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യഭിചാരത്തിലുള്ള സ്ത്രീ പോയി കല്യാണം കഴിക്കാൻ, അത് സ്പെസിഫിക് കൽപ്പനയാണ്. അങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ കല്യാണം കഴിക്കുക. ഇല്ലെങ്കിൽ നീ പല കാര്യങ്ങളും കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇദ്ദേഹം ഇതൊന്നും കൺസിഡർ ചെയ്തില്ല, ഇവർ കല്യാണം കഴിച്ചു. പക്ഷേ ഇപ്പോൾ അനേക വർഷങ്ങൾക്ക് ശേഷം ദേ ആർ ഗോയിങ് ടുഗദർ. പക്ഷേ ഈ കൾച്ചറൽ പ്രോബ്ലം വളരെയധികം അവരുടെ ജീവിതത്തിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ രണ്ട് ഡിഫറെന്റ് കൾച്ചറുകളിൽ നിന്ന് ദൈവത്തിന്റെ ഡയറക്റ്റ് കൽപ്പന കേൾക്കാതാണ് ഇവർ കല്യാണം കഴിച്ചത്. ഒരു സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള കല്യാണം. വേറൊരു വ്യക്തി എനിക്കറിയാം, ഇതേപോലെ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറിൽ കല്യാണം കഴിച്ചത്. പക്ഷെ ആ വ്യക്തി രണ്ടുപേരും ദൈവശബ്ദം വ്യക്തമായിട്ട് കേട്ടിട്ടാണ് കല്യാണം കഴിച്ചത്. അത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ ഇതിനൊക്കെ ഉത്തരം പറയാനായിട്ട് കഴിയും. ഞാൻ ആദ്യമേ പറഞ്ഞു, ദൈവസഭകളിൽ ഇങ്ങനത്തെ ജാതീയ സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് പാപമാണ്, പൈശാചികം. ദൈവസഭകളിൽ ഇവരെല്ലാവരും ആത്മാവിലും ഒന്നാ കണ്ടാണ്. എന്നാൽ മാരേജിലേക്ക് വരുമ്പോൾ ആത്മാവിലുള്ള ഐക്യത മാത്രമല്ല പല കൺസിഡറേഷനും ഉള്ളത് കൊണ്ട് നോർമൽ രീതിയിൽ കല്യാണം ആലോചിക്കുമ്പോൾ പലരും പല കൺസിഡറേഷനും ആത്മീയതയോട് കൂടെ, ഞാൻ പറഞ്ഞിരിക്കുന്ന ഇതിന്റെ ഓർഡർ മാറ്റരുത്, ആദ്യമേ ഈ പറഞ്ഞിരിക്കുന്ന കൺസിഡറേഷൻ അല്ല വെക്കേണ്ടത്, ആദ്യമേ ആത്മാവിലുള്ള ഐക്യതയാണ്. ആത്മാവിലുള്ള ഐക്യതയ്ക്ക് ഒരു 60 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കൺസിഡറേഷൻസ് അതിന്റെ താഴെ വരുന്ന കാര്യമാണ്. അതും കൂടി കൺസിഡർ ചെയ്തിട്ട് പലരും മാരേജ് ആലോചിക്കാറുണ്ട്. അതൊരു വലിയ മഹാഭാവമാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റാണ്. ഇനി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ടുപേർ കല്യാണം കഴിക്കുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ഡയറക്ട്ലി ദൈവത്തിന്റെ ഡയറക്ഷനിലാണെങ്കിൽ ആ മാരേജിലും ദൈവം ആ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകും. എന്നാലും ഈ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഇത് പലരും ഈ വിഷയങ്ങൾ പലപ്പോഴും പല സമയത്തായിട്ട് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ വിശദീകരിച്ചത് മാത്രമേ ഉള്ളൂ. അന്നേരം നമ്മൾ ഈ ക്രിസ്തുവിൽ ഒന്നാകുക എന്ന് പറയുമ്പോഴേക്കും ഒരു വ്യത്യാസവും ആൾക്കാർ തമ്മിൽ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാ വ്യത്യാസങ്ങളും ഉള്ളപ്പോൾ ആത്മാവിൽ ഒരുമിച്ച് പണിയപ്പെടുന്ന ദൈവസഭയുടെ കാര്യമാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ വിശദീകരിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഈ ലവ് മാരേജിനെ പറ്റി എന്താ, നമ്മുടെ സഭയ്ക്കകത്തുള്ള ഈ ലവ് മാരേജ് അല്ലെങ്കിൽ ഈ മിഷണറിമാര് തമ്മിൽ പ്രേമിച്ച് കെട്ടുന്ന ഒരു ലവ് മാരേജ്, അതിനെപ്പറ്റി എന്താണ്? അത് ദൈവികതയാണോ അതോ ഈ ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൽ ഒറ്റയടിക്ക് ഒരു ആൻസർ പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമാണ്. ഈ ലവ് മാരേജ്, അറേഞ്ച്ഡ് മാരേജ് എന്ന രീതിയിൽ കംപ്ലീറ്റ്ലി അതിനെ എന്താ പറഞ്ഞിരിക്കുന്നത്, ലവ് മാരേജ് തെറ്റാണ്, അറേഞ്ച് മാരേജ് ആണ് മാത്രമാണ് ശരി എന്നുള്ള ബൈബിൾ വാക്യങ്ങളൊന്നുമില്ല. അതിന് എടുക്കുന്നൊരു വാക്യമുണ്ട്, ഈ കാമുകിയായവളോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവളോ എന്നുള്ളൊരു വാക്യം ആൾക്കാർ എടുക്കാറുണ്ട്. ആ വാക്യം മലയാളത്തിൽ ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്. അവിടെ കാമുകി എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ലോകത്തോട് ചേർന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ്. മലയാളത്തിലാണ് ആ ചോദ്യം വരുന്നത്. എന്നിട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലവ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടുപേർ തമ്മിൽ ഉള്ള സ്നേഹം ആത്മീയതയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ഒരാൾക്ക്, ഒരു ചെറുക്കന് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത് തെറ്റല്ല. ശരിക്കും ഒരു മാരേജിൽ വരുന്നതിന് മുമ്പ് ഇവർ എങ്ങനെയായാലും അറേഞ്ച് മാരേജ് ആണെങ്കിലും ഏതാണെങ്കിലും ഇവർ തമ്മിൽ ഇഷ്ടപ്പെടണമല്ലോ. ഇഷ്ടപ്പെടാതെ രണ്ടുപേർക്ക് തമ്മിൽ കല്യാണം കഴിക്കാൻ കഴിയത്തില്ല. ആ ഒരു ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നത് അതിൽ തന്നെ തെറ്റല്ല. ഓക്കെ, അങ്ങനെ ആത്മീയതയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തോന്നുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിൽ അത് എന്താണ് ചെയ്യേണ്ടത്? കാരണം നമ്മൾ സമൂഹത്തിന് നടക്കാണ് ജീവിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടവരാണ്. ഒരു റോമലേഖനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഈവൻ മറ്റുള്ള ഒരാൾക്ക് ഇടർച്ചയാവുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഞാൻ ഒന്ന് വിശദീകരിക്കട്ടെ, ഞാൻ വിശദീകരിച്ചിട്ട് ചോദിച്ചു. ഒരു ഇടർച്ച ഉണ്ടാകുന്നതായതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. അന്നേരം അങ്ങനെ ഒരു രണ്ടുപേർ തമ്മിൽ സ്നേഹം തോന്നിയാൽ ഇമ്മീഡിയറ്റ്ലി അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കളെ അറിയിക്കുക. അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് കാര്യം പറയാൻ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി ആ സ്നേഹം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും എന്നുള്ള ആത്മാവുള്ള രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ രണ്ടുപേർക്ക് തമ്മിൽ ഇഷ്ടം തോന്നിയെങ്കിൽ അത് അവര് മാതാപിതാക്കളെ അറിയിച്ചതിന് ശേഷം മാതാപിതാക്കളുടെ ഇൻവോൾവ്മെന്റോടുകൂടി അവരുടെ ബ്ലെസ്സിങ്ങോടുകൂടി ആ സഭയുടെ ബ്ലെസ്സിങ്ങോടുകൂടി കല്യാണം നടത്തുക. അതാണ് ചെയ്യേണ്ടത്. അന്നേരം അവിടെ അങ്ങനത്തെ ഒരു ലവ്, ഒരാൾക്ക് വേറൊരാൾക്ക് ഇഷ്ടം തോന്നുന്നത് പാപമാണ് ബൈബിളിലൊന്നും പറയുന്നത്. പക്ഷെ അതിന് ചെയ്യേണ്ട രീതിയാണ്. അത് ദൈവവചനപ്രകാരവും നമ്മളുടെ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടും ആണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവർ തമ്മിൽ സ്നേഹമായിട്ട് ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ളതുപോലെ നടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇടർച്ചയാവുകയാണ് സമൂഹത്തിൽ. ദൈവസഭയ്ക്ക് ഇടർച്ചയാവുകയാണ്, ദൈവ മക്കൾക്ക് ഇടർച്ചയാവുകയാണ്. അത് ഒഴിവാക്കിയിട്ട് അത് കുടുംബത്തെ അറിയിക്കുക, മാതാപിതാക്കളെ അറിയിക്കുക. എനിക്കറിയാവുന്ന ചില ഫാമിലീസ് ചിലരുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതിന്റെ പേരുകൾ പറയാത്താണ്. ഒരു മിഷണറി ആയിട്ടുള്ള രണ്ടുപേർക്ക് തമ്മിൽ കല്യാണം കഴിക്കാനായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ മാതാപിതാക്കളുടെ തോന്നി, അവർ സമ്മതിച്ചില്ല. ഇവർ രണ്ടുപേരും തീരുമാനിച്ചു നമ്മൾ ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് എപ്പോഴാണ് മാതാപിതാക്കൾക്ക് ഇതിൽ ദൈവം അവരുടെ കൺവിക്ഷൻ മാറ്റുന്നത് അപ്പോഴേ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് തീരുമാനിച്ചു. അവർ പ്രാർത്ഥിച്ചു, മാതാപിതാക്കൾക്ക് ദൈവം അവരുടെ അടുത്ത് കൺവിക്ട് ചെയ്തു, മാതാപിതാക്കളുടെ സമ്മതത്തോടുകൂടി അവർ കല്യാണം നടത്തി. അതല്ലാതെ മാതാപിതാക്കളിൽ നിന്നൊക്കെ മാറി അവരെയൊക്കെ എതിർത്ത് ഒരു സമൂഹത്തിന് മുമ്പിൽ ഒരു തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നത് ഒരു രീതിയിലും ശരിയല്ല. അങ്ങനത്തെ ദുർസാക്ഷ്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ദൈവസഭയുടെ ലീഡേഴ്സ് അതിനെ എൻകറേജ് ചെയ്യാൻ പാടില്ല, അത് ഒഴിവാക്കേണ്ടതാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടിയും അവരുടെ പെർമിഷനോടും കൂടി കല്യാണം കഴിക്കുന്നത് തന്നെയാണ് ബൈബിൾ പ്രകാരവും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചർ പ്രകാരവും അനുയോജ്യമായിട്ടുള്ളത്. ഓക്കെ, ചോദിച്ചു എന്താണ് ഇതുമായിട്ട്? ഞാൻ എന്ന് വെച്ചാല് നമ്മൾ ഈ വചനത്തിൽ പറയുന്നുള്ളു സ്ത്രീയെ മോഹിക്കുന്ന രീതിയിൽ നോക്കില്ലെന്ന്. അപ്പൊ ആസ് ഒരു മിഷനറി എന്ന് പറയുമ്പോൾ മറ്റേ സ്ത്രീയെ നമ്മൾ മോഹിക്കുന്ന രീതിയിലല്ലേ നോക്കുന്നത്. അപ്പൊ അതിലും ഒരു പോയിന്റ് വരുന്നുള്ളൂ. ഇപ്പൊ ആത്മാവിന്റെ ഐക്യത എന്ന് പറയുമ്പോൾ ഈ മാരേജ് എന്ന് പറയുന്ന ഒരു ഫിസിക്കലി ഉള്ള ഒരു കാര്യം കൂടെ ഉണ്ട് അതില്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ആത്മീയ സ്നേഹം എന്ന് പറയുന്ന ആത്മാവിന് ജെൻഡർ ഇല്ല, നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. എല്ലാരും ദൈവപുത്രന്മാരെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് സ്വർഗത്തില്. അപ്പൊ അവർക്ക് ആത്മാവിന് പ്രത്യേകിച്ചുള്ള ആഗ്രഹങ്ങളില്ല. അപ്പൊ ഒരു ആത്മീയൻ എങ്ങനെ ഒരു വ്യക്തിയെ മോഹിക്കുന്ന രീതിയിൽ കാണാൻ പറ്റും? അല്ലെ ആത്മാവിന്റെ ഐക്യത എന്ന് പറയുന്നത് ഒരു ഫിസിക്കലിലോട്ട് പോകുന്ന എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അതും ഒരു ഇതായിട്ട് വരുന്നുണ്ടല്ലോ. സ്ത്രീയെ മോഹിക്കുന്ന രീതിയിൽ നോക്കാൻ പറ്റത്തില്ല. സ്ത്രീയെ അവിടെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. സ്ത്രീയെ വ്യഭിചാര ചിന്തയോടുകൂടി, ലസ്റ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫിസിക്കൽ റിലേഷന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ നോക്കുന്നതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഫിസിക്കൽ റിലേഷന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ വ്യഭിചാര ചിന്തയോട്, അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ആണ് വ്യഭിചാര ചിന്തയോടുകൂടി ഒരു സ്ത്രീയെ നോക്കുന്നത് തെറ്റാണ്. സ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്നത് വ്യഭിചാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ഇല്ലെങ്കിൽ ഫിസിക്കൽ ഇതിന് വേണ്ടിയിട്ടുള്ളതല്ല. മാരേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ടുപേരും ഒന്നാകുക എന്ന് പറഞ്ഞിരിക്കുന്നിടത്തിലെ ഒരു ഭാഗം മാത്രമാണ് ഫിസിക്കൽ റിലേഷൻ. അന്നേരം നമ്മളുടെ എന്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നുക എന്ന് പറഞ്ഞാൽ അതെല്ലാം ലസ്റ്റ് അല്ല, അത് മോഹമല്ല, അത് ഒരു ദൈവം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഒരു പുരുഷന് ഒരു സ്ത്രീയോട് കല്യാണം കഴിക്കാനായിട്ട് കൺസിഡർ ചെയ്യാനായിട്ടുള്ള ഇഷ്ടം തോന്നുന്നത്. ആ ഇഷ്ടം എങ്ങനെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ വിഷയം. അല്ലാതെ ആ ഇഷ്ടം തന്നെ ബൈബിൾ പ്രകാരം തെറ്റാണ് എന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഇവൻ അറേഞ്ച് മാരേജിലാണെങ്കിൽ ഞാൻ അതാണ് ചോദിക്കുന്നത്. അറേഞ്ച് മാരേജിൽ രണ്ടുപേര് തമ്മിൽ കല്യാണം ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ ഇഷ്ടം തോന്നണ്ടേ? അതൊരു വ്യഭിചാര ചിന്തയാണ്.
രണ്ടുപേര് തമ്മിൽ അറേഞ്ച് മാരേജ്, ലവ് മാരേജ് എന്നുള്ള ആ കോൺസെപ്റ്റ് നമ്മൾ വിടുക. അറേഞ്ച് മാരേജിൽ മാതാപിതാക്കള് കല്യാണം ആലോചിക്കുന്നു രണ്ടുപേരെ. ഇപ്പൊ എന്റെ കല്യാണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രദറിന്റെ കല്യാണത്തിന് രണ്ടുപേരും ആലോചിച്ചു. അന്നേരം ആ പെൺകുട്ടിയെ നമ്മൾ എന്തിനാണ് പോയി കാണുന്നത്? ആത്മാവുള്ള ഐക്യതയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടാണെന്ന് മാത്രം അറിഞ്ഞാൽ പോരെ. നമ്മൾ ഫോട്ടോ പോലും കാണേണ്ട ആവശ്യമില്ലല്ലോ, ആളുടെ വയസ്സ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ആളുടെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ആത്മാവിലുള്ള ഐക്യത മാത്രമാണെങ്കിൽ. അല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരുമിച്ച് ജീവിക്കേണ്ടവരാകേണ്ടതുകൊണ്ട് ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെടുത്ത് അത് അറേഞ്ച്ഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇഷ്ടമുണ്ടാവുക എന്നുള്ളത് നോർമലാണ്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യഭിചാര ചിന്തയല്ല. ഇത് നമ്മളുടെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരാൾക്ക് വേറൊരാളുടെ, ഒരു ചെറുക്കന് പെൺകുട്ടിയെടുത്ത് അവരുടെ വിവാഹപ്രായമായ വ്യക്തികൾക്ക് ഒരിഷ്ടം തോന്നുകയാണ് എങ്കിൽ ആ ഇഷ്ടം അതിൽ തന്നെ പാപമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതിനെ എങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളതാണ് വിഷയം. അത് ദൈവവചനപ്രകാരവും യഥാർത്ഥ രീതിയിലും മാന്യമായിട്ടും അത് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പകരം ദൈവസഭയ്ക്കും ബാക്കിയുള്ളവർക്കും ഇടർച്ച ഉണ്ടാക്കുന്ന രീതിയിൽ അത് ചെയ്യാതിരിക്കുക. അത് മാതാപിതാക്കളെ അറിയിക്കുക, മാതാപിതാക്കളുടെ ആശീർവാദത്തോടു കൂടി സന്തോഷത്തോടു കൂടി സഭയുടെ ഇതിൽ നടത്തുക, അത്രയേ ഉള്ളൂ. അല്ല, അത് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് വേറൊരു കോൺടെക്സ്റ്റ് ആണ്, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്.